കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പോൾ നമ്മൾ 41 കഴിഞ്ഞത് അല്ലേ, 3-ാം സർഗത്തിലെ അയോധ്യാകാന്ഡം. അപ്പോൾ അതിൽ പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഇവർക്ക് രാത്രി പ്രജകളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, എല്ലാവരും എന്താ രാത്രി കഴിയാത്ത, ഇങ്ങനെ ഭഗവാന്റെ ആ കമനീയ രൂപം ലക്ഷ്മണനോടൊത്ത് ഭഗവാനെ ഞങ്ങൾ എപ്പോഴാണ് കാണുക, എപ്പോഴാണ് നേരം പുലരുക എന്നിങ്ങനെ വിചാരിച്ചു എന്നൊക്കെയല്ലേ അതിലത്തെ ആ എല്ലാം ഞാൻ വായിക്കില്ല എഴുത്തച്ഛൻ്റെ. പക്ഷെ അതിൽ ആ ഭഗവാനെ വിവരിച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കേൾക്കാട്ടോ. ഒന്ന് കണ്ണടച്ചിരുന്നാൽ നമുക്ക് ശരിക്കും ആ ശ്രീരാം ഭഗവാനെയുള്ള വർണ്ണന, എഴുത്തച്ഛൻ്റെ ഒരു ഭക്തി, അത് നമുക്ക് ആ ഭാഗം ഒന്ന് ഞാൻ വായിക്കാം. ഇവർ രാത്രി നിദ്രയില്ലാതെ ഇരിക്കുകയാണ്, പൗരജനങ്ങളെ വിളിച്ചാവണത് കാത്തിട്ടെന്നല്ലേ. രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടു മേവിനാർ നമ്മുടെ ജീവനം രാമകുമാരനെ നിർമ്മല രത്നകിരീടമണിഞ്ഞതീ രമ്യമകരായുധ മണികുണ്ടല സമ്മുഗ്ധ ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകച്ഛത ലോചന ഭംഗിയും പുണ്ടരീകാരാതിമണ്ഡല തുണ്ടവും ചന്ദ്രികാസുന്ദര മന്ദസ്മിതാഭയും കുന്ദമുകുള സമാനദന്തങ്ങളും ബന്ധൂകസൂന സമാനാധരാഭയം കന്ധരാരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറുമുദരവും സന്ധ്യാപ്രസന്നിഭ പീതാംബരാഭയം പൂഞ്ചേലമീതേ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭീകുലോത്തമൻ തുമ്പിക്കരം കണ്ടു കുമ്പിട്ടു കൂപ്പിടും ഊരുകാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവും അംഭോജബാണ നിഷങ്കാഭജംഘയും കമ്പം കലർന്നു കമഠപ്രവരനും കുമ്പിടുന്നോരു പുറവടി ശോഭയും അംഭോജതുല്യമാമഘ്രീതലങ്ങളും ജംഭാരിരത്നം തൊഴും തിരുമേനിയും ഹാരകടകവലയാങ്കുലിയാദി ചാരുതരാഭരണാവലിയും പൂണ്ടു വാരണവീരൻ കഴുത്തിൽ തിറത്തോടു ഗൗരാതപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മീ നിവാസനം രാമചന്ദ്രം മുതാ കാണായി വരുന്നു നമുക്കിനി എന്നിതം മാനസതാരിൽ കൊതിച്ചു നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ പദ നിർണയം രാത്രിയം രാക്ഷസി പോകുന്നതില്ലെന്നു ചീർത്ത വിഷാദമോടൗത്സുക്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു പാർത്താനന്ദപൂർണാമൃതാബ്ധിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിയിടിനാർ പുരവാസികളാദരാൽ. എന്തൊരു ഭംഗിയായിട്ടാണ് എഴുത്തച്ഛൻ ആ ശ്രീരാമൻ്റെ രൂപവർണ്ണനം നടത്തിയിരിക്കുന്നത്. ഇതിലിത്രയൊന്നും വിസ്തരിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ കണ്ടുല്ലോ, സാധാരണ പോലെ മഞ്ഞപ്പട്ടെടുത്ത് അങ്ങനെ അത്രേ പറഞ്ഞിട്ടുള്ളൂ. എത്ര എന്താണ് ആമയുടെ തോട് പോലെയുള്ള കാലിൻ്റെ പുറവടി, ഇങ്ങനെ ഓരോന്നിനും ഓരോ ഇതായിട്ട് കമ്പയർ ചെയ്തിട്ടൊക്കെ എത്ര നന്നായിട്ട് പറഞ്ഞിരിക്കണു അല്ലേ. അങ്ങനെയുള്ള ശ്രീരാമനെ വിളിച്ചയാ കാണാലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എല്ലാ പ്രജകളും ആർക്കും അറിയില്ല, ഇപ്പോഴും 3 ആളൊക്കെ അറിയുള്ളൂ, മന്ധരയ്ക്കും കൈകേയിക്കും ദശരഥനും. ഇനി 42. നേദാനീമുത്ഥിതോ രാജാ കിമർത്ഥം ചേതി ചിന്തയൻ സുമന്ത്രശനകൈ
പായാദ്യത്ര രാജാവതിഷ്ഠതേ. രാജ ഇതാനും ന ഉത്ഥിത. രാജാവ് ഇപ്പോഴും നീട്ടിട്ടില്ലല്ലോ. കിമർത്ഥഞ്ച ഇതി ചിന്തയൻ സുമന്ത്ര. എന്താവും കാരണം എന്ന് വിചാരിച്ചിട്ട് സുമന്ത്രര് മന്ത്രി രാജ എത്ര അവതിഷ്ഠതേ തത്ര ശനകൈഹി പ്രായാത്. രാജാവിൻ്റെ അന്തഃപുരത്തിലേക്ക് പതുക്കെ അകത്തേക്ക് നടന്നു. ഈ സാധാരണ ഇന്ന് പ്രത്യേകിച്ച് അഭിഷേകം ദിവസമാണ്. സാധാരണ നീക്കേണ്ട സമയം കഴിഞ്ഞു. ഇന്ന് അഭിഷേകത്തിൻ്റെ ദിവസം കൂടി എന്തേ പറ്റിയത് രാജാവ് നീക്കാതിരിക്കാൻ കാരണം എന്ന് വിചാരിച്ചിട്ട് സുമന്ത്രർക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട് എല്ലാ ദിക്കിലും. അപ്പോൾ സുമന്ത്രര് പതുക്കെ ധൃതി പിടിച്ചിട്ട് നല്ലാണ്ട് വേഗം ദശരഥൻ്റെ അന്തഃപുരത്തിലേക്ക് ഇങ്ങോട്ട് നടന്നു. പതുക്കെ രാജാവ് സാധാരണ ഇരിക്കാറുള്ള സ്ഥലത്തേക്ക് നടന്നു. നേദാനീമുത്ഥിതോ രാജ കിമർത്ഥം ചേതി ചിന്തയൻ. അങ്ങനെ വിചാരിച്ചിട്ടേ സുമന്ത്ര ശനകൈച്ച പതുക്കെ പ്രയാദ്യത്ര രാജാവതിഷ്ഠതേ. രാജാവ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് വർദ്ധയൻ ജയശബ്ദേന പ്രണമൻ ശിരസാ നൃപം. അതിഖിന്നം നൃപം ദൃഷ്ട്വാ കൈകേയീം സമപൃച്ഛത. നൃപം ജയശബ്ദേന വർദ്ധയൻ. രാജാവിനെ ജയശബ്ദം കൊണ്ട് സംബോധന ചെയ്തു. മീൻസ് അതായത് രാജാ ജയ ജയ എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ രാവിലെ മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അങ്ങനെ കാണുമൊക്കെ. അങ്ങനെ ചെയ്തിട്ട് ശിരസ പ്രണമൻ ശിരസ്സുകൊണ്ട് നമിച്ചിട്ട് അതിഖിന്നം നൃപം നിഷ്ടുക. ഭയങ്കര ദുഃഖിതനായിട്ടുള്ള രാജാവിനെ കണ്ടിട്ട് കൈകേയും സമപൃച്ഛത. കൈകേയോട് ചോദിച്ചു. അതായത് മഹാരാജാവ് ജയിക്കട്ടെ അങ്ങനെ പറയുമല്ലോ. വിക്ടറി ടു, നമ്മൾ ഇംഗ്ലീഷിൽ വിക്ടറി ടു കൃഷ്ണ എന്നൊക്കെ പറയൂല. അതുപോലെ മഹാരാജാവ് ജയിക്കട്ടെ എന്ന് പറഞ്ഞ് തലോണ്ട് നമിച്ചിട്ട് തല കുമ്പിട്ട് അപ്പോഴാണ് കണ്ടത് ഭയങ്കര ദുഃഖിച്ചിരിക്കുന്ന രാജാവിനെ കണ്ടപ്പോൾ കൈകേയോട് ചോദിക്കാൻ നിശ്ചയിച്ചു. രാജാവിനോട് ചോദിക്കണതിന് പകരേ വർദ്ധയൻ ജയശബ്ദേന പ്രണമൻ ശിരസാ നൃപം. അതിഖിന്നം നൃപം ദൃഷ്ട്വാ കൈകേയീം സമപൃച്ഛത. 44, 45. ദേവി കൈകേയീ വർദ്ധസ്വ കിം രാജാ ദൃശ്യതേന്യഥാ. തമാഹ കൈകേയീ രാജാ രാത്രൗ നിദ്രാം ന ലബ്ധവാൻ. രാമ രാമേതി രാമേതി രാമമേവാനുചിന്തയൻ. പ്രജാകരേണ വൈ രാജാ ഹ്യസ്വസ്ഥ ഇവ ലക്ഷ്യത്തെ. രാമ മാനയ ശീഘ്രം ത്വം രാജാ ദ്രഷ്ടുമിഹേച്ഛതി. ദേവി കൈകേയി വർദ്ധസ്വ. ഹേ ദേവി കൈകേയി വർദ്ധിച്ചാലും നല്ലത് മംഗളം വരട്ടെ എന്ന. രാജ അന്യഥാ ദൃശ്യതേക്കും. രാജാവ് എന്താ ഇങ്ങനെ ദുഃഖിതനായിട്ട് വേറൊരു തരത്തിൽ എക്സ്പെക്റ്റ് ചെയ്ത പ്രതീക്ഷിച്ച പോലെ അല്ലാതൊരു തരത്തിൽ രാജാവിനെ കാണപ്പെടുന്നുവല്ലോ. അത്ര സന്തോഷമായിട്ട് കണ്ടതാണല്ലോ ഇപ്പം ഇന്ന് രാവിലെ അല്ലേ, അഭിഷേകം ദിവസം രാവിലെ. പക്ഷേ എൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണല്ലോ രാജാവിനെ കാണുന്നത്. കൈകേയി തം ആഹ. അപ്പം കൈകേയി പറഞ്ഞു ആരോടെ? സുമന്ത്രരോടെ. രാമ രാമ ഇതി രാമം ഏവ അനുചിന്തയൻ. രാമ രാമ എന്ന് രാമനെ തന്നെ നിരന്തരം ചിന്തിച്ചിട്ട് പ്രജാകരേണ വൈ ഉറങ്ങാത്തത് കൊണ്ട് രാത്രി മുഴുവൻ രാമ 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 രാമനെ തന്നെ ചിന്തിച്ചിട്ട് രാജ അസ്വസ്ഥ ഇവ ലക്ഷ്യതേ. രാജാവ് അസ്വസ്ഥനെ പോലെ കാണപ്പെടുന്നു. എന്താ സൂത്രം? കൈകേയിയുടെ കാണപ്പെടുന്നു എന്ന്. ത്വം രാമം ശീഘ്രമാനയാഹി. നീ രാമനെ വേഗം വരുത്തു പറഞ്ഞു. രാജ ഇഹം ദ്രഷ്ടും വെച്ചതി. രാജാവിന് ഇപ്പം തന്നെ കാണണം. അപ്പോൾ കൈകേയിയോട് ആദ്യം കൈകേയി ജയിച്ചാലെന്നൊക്കെ പറയണം. സാധാരണ മഹാരാജാവ് ജയിച്ചാലെന്ന് പറഞ്ഞപ്പോൾ പറയണ പോലെ മഹാരാജ്ഞി ജയിച്ചാലെന്നൊക്കെ പറഞ്ഞു സുമന്ത്രർ. എന്നിട്ട് എന്താ അങ്ങനെ രാജാവിന് സാധാരണ പോലെ അല്ലാത്തൊരു ഭാവം എന്ന് ചോദിച്ചപ്പോൾ കൈകേയി പറഞ്ഞു, രാജാവ് എന്താ നിശ്ചല്യ, രാത്രി മുഴുവൻ രാമ രാമ എന്നിങ്ങനെ പറഞ്ഞു രാമനെ എന്നെ ചിന്തിച്ചും കൊണ്ട് ഹോൾ നൈറ്റ് ഉറങ്ങാതെ കഴിഞ്ഞു. വല്ലാത്തൊരു അസ്വസ്ഥനായ പോലെ കാണാനുണ്ട് എന്ന് പറഞ്ഞു. അവനവന് കാരണം അറിയാം, പക്ഷെ അങ്ങനെയെല്ലാം നടിച്ചത്. വല്ലാത്ത അസ്വസ്ഥത ഉള്ള പോലെ കാണപ്പെടുന്നു. അതുകൊണ്ട് രാമനെ വേഗം വരാൻ പറയൂ. രാമനെ കാണണമെന്ന് രാജാവിന് ആഗ്രഹിക്കേണ്ടതാണ് തോന്നണത് എന്ന് പറഞ്ഞു കേട്ടോ കൈകേയി. എന്തൊരു കഷ്ടമല്ലേ, അങ്ങനെയാണ് പറഞ്ഞത്. അതായത് കൈകേയിയുടെ ആ വാക്ക് എന്താ അറിയോ, ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതിൽ പറയണ്ട നോക്കൂ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു, രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നാ പറഞ്ഞത്. അതന്നെയാണ് ഇപ്പോൾ ഇതിലും പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക്
44 45 വായിച്ച് 46 47 48 49 4 ഒന്നിച്ച ദേവി കൈകേയി വർദ്ധസ്വ കിം രാജാ ദൃശ്യതേന്യഥാ തമാഹ കൈകേയി രാജാ രാത്രൗ നിദ്രാം ന ലബ്ധവാൻ രാമരാമേതി രാമേതി രാമമേവാനുചിന്തയൻ പ്രജാഗരേണ വൈരാജ ഹ്യസ്വസ്ഥ ഇവ ലക്ഷ്യത്തെ രാമമാനയ ശീഘ്രം ത്വം രാജാ ദ്രഷ്ടുമിഹേച്ഛതി. രാജാവിന് കാണണം, വേഗം രാമനോട് വരാൻ പറയൂ. ഇനി 46 അശ്രുത്വാ രാജവചനം കഥം ഗച്ഛാമി ഭാമിനി തച്ഛ്രുത്വാ മന്ത്രിണോ വാക്യം രാജാ മന്ത്രിണമബ്രവീത് സുമന്ത്ര രാമം ദ്രക്ഷ്യാമി ശീഘ്രമാനയ സുന്ദരം ഇത്യുക്തസ്ത്വരിതം ഗത്വാ സുമന്ത്രോ രാമമന്ദിരം. 48 അവാരിത പ്രവിഷ്ടോയം ത്വരിതം രാമമബ്രവീത് ശീഘ്രമാഗച്ഛ ഭദ്രം തേ രാമ രാജീവലോചന. 49 പിതുർഗേഹം മയാ സാർദ്ധം രാജാ ത്വാം ദ്രഷ്ടുമിച്ഛതി ഇത്യുക്തോ രഥമാരുഹ്യ സംഭ്രമാത് ത്വരിതോ യയൗ. ഭാമിനി ഹേ മഹതി രാജവചനം അശ്രുത്വ കഥം ഗച്ഛാമി. രാജാവ് പറയാണ്ടേ, രാജാവിൻ്റെ കൽപ്പനയില്ലാതെ ഞാൻ എങ്ങനെ പോവുക? മന്ത്രിണഹ തത് വാക്യം ശ്രുത്വ സുമന്ത്രരുടെ പറഞ്ഞു, രാജാവ് പറഞ്ഞാൽ ഞാൻ പോവാം. രാജാവിനെ പറയട്ടെ, ഇവിടെ രാജാവ് ഇരിക്കണ്ടല്ലോ. അപ്പോൾ രാജ്ഞി പറഞ്ഞു രാമനെ വരുത്തൂന്ന്. പക്ഷെ രാജാവ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് രാജാവ് പറഞ്ഞിട്ടല്ലേ ഞാൻ പോകേണ്ടത്. രാജാവ് പറഞ്ഞാൽ ഞാൻ രാമനെ വിളിക്കാൻ പോവാം എന്ന് പറഞ്ഞു. ആരാ? സുമന്ത്രരെ. രാജാവ് എൻ്റെ കൽപ്പന ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് പോവുക ചോദിച്ചു. മന്ത്രിണ തത് വാക്യം പിന്നെ ശ്രുത്വ മന്ത്രിയുടെ അത് കേട്ടിട്ട് രാജാ മന്ത്രിണം അബ്രവീത്. അപ്പം അത് ദശരഥൻ കേട്ടു. രാജാവിൻ്റെ കൽപ്പന ഇല്ലാണ്ട് ഞാൻ എങ്ങനെയാണ് രാമനെ വിളിക്കുക എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ദശരഥൻ പറഞ്ഞു, രാജാവ് സുമന്ത്രരോട് പറഞ്ഞു, സുമന്ത്ര രാമം രക്ഷ്യാമി. സുമന്ത്ര രാമനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. ശീഘ്രമാനയ വേഗം വരുത്തൂ. ഇതി ഉക്ത ഇപ്രകാരം പറഞ്ഞ് സുമന്ത്ര രാമമന്ദിരം ത്വരിതം ഗത്വ. അപ്പം സുമന്ത്രൊരു സംശയം ഉണ്ടായില്ല. ദശരഥൻ പറഞ്ഞുല്ലോ, വേഗം രാമൻ്റെ അടുത്ത് ചെന്നിട്ട് അബ്രവീത്, രാമം അബ്രവീത്. അതായത് ത്വരിതം രാമം അബ്രവീത്, വേഗം പോയിട്ട് രാമനോട് പറഞ്ഞു. എന്താണ്? രാജീവലോചന ഹേ രാമ മയാ സാർത്ഥം എൻ്റെ കൂടെ പിതുഗൃഹം ശീഘ്രം ആഗച്ഛ. അച്ഛൻ്റെ അന്തഃപുരത്തിലേക്ക് വേഗം വരൂ. തേ ഭദ്രം, അങ്ങയ്ക്ക് മംഗളം വരട്ടെ. ഇതി ഉക്ത പറയട്ടെ. രഥം ആരുഹ്യ രഥത്തിൽ കയറി സംഭ്രമാത് ത്വരിതം യയൗ. സംഭ്രമത്തോടെ പരിഭ്രമത്തോടു കൂടി വേഗം സുമന്ത്രനും രാമനും കൂടി രഥത്തിൽ കയറി പിന്നെ ദശരഥൻ്റെ അന്തഃപുരത്തിലേക്ക് വന്നു. അപ്പോൾ എന്താ പറഞ്ഞാൽ വെച്ചാൽ ആദ്യം കൈകേയിയാണ് പറഞ്ഞ രാമനെ വരുത്തൂന്നേ. അപ്പോൾ രാജാവ് അവിടെ ഉണ്ടാകുമ്പോൾ രാജാവിൻ്റെ ആജ്ഞ കേട്ടിട്ട് കേൾക്കാനേ പാടുള്ളൂ. അത് കാരണം പറഞ്ഞു, രാജാവ് പറയാതെ ഞാൻ എങ്ങനെയാണ് ചോദിച്ചപ്പോൾ വേഗം ദശരഥൻ ഇത് കേട്ടോ പറഞ്ഞു, ശരിയാണ്, എനിക്ക് രാമനെ കാണുന്ന ആഗ്രഹമുണ്ട്, വേഗം കൂട്ടിക്കൊണ്ടിരുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേഗം പോയി സുമന്ത്രരെ രഥമെടുത്തിട്ട് വേഗം രാമൻ്റെ അന്തഃപുരത്ത് പോയി രാമനോട് പറഞ്ഞു, രാമ എൻ്റെ കൂടെ തന്നെ വരൂ അച്ഛൻ്റെ അന്തഃപുരത്തിലേക്ക്, നമുക്ക് പോവുക, വേഗം വേണം, അച്ഛനെ കാണണം, വേഗം നമുക്ക് വരൂ, എൻ്റെ കൂടെ തന്നെ വരൂ പറഞ്ഞു വേഗം രഥത്തെ കയറ്റി അച്ഛൻ്റെ അന്തഃപുരത്തേക്ക് കുറഞ്ഞു. എന്നാലും വായിക്കാം. അശ്രുത്വാ രാജവചനം കഥം ഗച്ഛാമി ഭാമിനി തച്ഛ്രുത്വാ മന്ത്രിണോ വാക്യം രാജാ മന്ത്രിണമബ്രവീത് സുമന്ത്ര രാമം ദ്രക്ഷ്യാമി ശീഘ്രമാനയ സുന്ദരം ഇത്യുക്തസ്ത്വരിതം ഗത്വാ സുമന്ത്രോ രാമമന്ദിരം അവാരിതഃ പ്രവിഷ്ടോയം ത്വരിതം രാമമബ്രവീത് ശീഘ്രമാഗച്ഛ ഭദ്രം തേ രാമരാജീവലോചന പിതൃഗേഹം മയാ സാർദ്ധം രാജാ ത്വം ദ്രഷ്ടുമിച്ഛതി ഇത്യുക്തോ രഥമാരുഹ്യ സംഭ്രമാത് ത്വരിതോ യയൗ. സംഭ്രമത്തോടു കൂടിയിട്ട് വേഗം വന്നു. ഇനി അടുത്ത 3 ശ്ലോകം ആണ്. അതുകൊണ്ട് അടുത്ത 3 ശ്ലോകം. രാമസാരഥിനാ സാർദ്ധം ലക്ഷ്മണേന സമന്വിതഃ മധ്യകക്ഷേ വസിഷ്ഠാദീൻ പശ്യന്നേവ ത്വരാന്വിതഃ പിതുസമീപം സംഗമ്യ നനാമചരണൗ പിതു രാമമാലിംഗിതും രാജാ സമുത്ഥായ സസംഭ്രമ
ബാഹുപ്രസാര്യ രാമേതി ദുഃഖാൻ മധ്യേ പപാതഃ ഹാഹേതി രാമസ്തം ശീഘ്രമാലിംഗ്യാംഗേ ന്യവേശയത്. പാവം എന്താ ചെയ്ത? രാമ ലക്ഷ്മണന സമന്വിത. രാമൻ ലക്ഷ്മണനോട് കൂടിയിട്ട് സാരഥിനാ സാർത്ഥം, അതായത് സാരഥിയോട് കൂടി മധ്യകക്ഷേ വസിഷ്ഠാദീൻ, അതായത് അവിടെ ദശരഥ ഇരിക്കണോർത്ത് വസിഷ്ഠാദികളെ പശ്യൻ ഏവ നോക്കുന്നവനായിട്ട് തന്നെ ത്വരാന്വിത വളരെ ബന്ധപ്പെട്ടിട്ട് പിതു സമീപം സംഗമ്യ പിതാവിൻ്റെ സമീപത്ത് എത്തിയിട്ട് പിതുഹു ചരണവും നനാമ വേഗം അച്ഛനെ നമസ്കരിച്ചു. അവിടെ വസിഷ്ഠനും അവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും അവരെത്തിയിരുന്നു. രാജ സസംഭ്രമ സമുത്ഥായ, രാജാവ് സംഭ്രമത്തോടു കൂടി എഴുന്നേറ്റിട്ട് രാമമാലിംഗിതും രാമനെ ആലിംഗനം ചെയ്യുവാനായിക്കൊണ്ട്, അതാണ് ആലിംഗിതും രാമനെ ആലിംഗനം ചെയ്യാൻ ആയിക്കൊണ്ട് ബാഹുപ്രസാര്യ രണ്ട് കൈയും നീട്ടിയിട്ട് ദുഃഖാത് രാമ ഇതി ദുഃഖനിമിത്തം രാമാന്ന് ഉറക്ക വിളിച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് മധ്യപപാത രാമൻ്റെ അടുത്ത് എത്തണതിൻ്റെ മുമ്പേ നീട്ടിട്ട് രാമനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇങ്ങനെ മുമ്പിലേക്ക് ആഞ്ഞു രാമാന്ന് വിളിക്കുമ്പോഴേക്കും അവിടെ വീണു. രാമ ഹാ ഹാ ഇതി രാമ ഹാ ഹാ ശബ്ദം പുറപ്പെടുവിച്ചിട്ട് തം ശീഘ്രമാലിംഗ്യ അദ്ദേഹത്തെ ശീഘ്രമാലിംഗനം ചെയ്തിട്ട് അങ്കേ നിവേശയത്ത് അംഗത്തിൽ നിവേശിപ്പിച്ചു. എന്താ അറിയോ, രാമനും ലക്ഷ്മണനും ഈ രഥം തെളിക്കണ സാരഥിയോട് കൂടി എന്താണ് ദശരഥൻ്റെ രാജധാനിയിലേക്ക് അപ്പം തന്നെ പുറപ്പെട്ടു. രാജധാനിയുടെ നടുവിലെ ആ ഒരു നടുമിറ്റം പോലെയല്ലേ, അവിടെ വസിഷ്ഠൻ മുതലായ എല്ലാവരും ഗുരുജനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം ധൃതി പിടിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് തേരിൽ നിന്ന് ഇറങ്ങിയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഒന്ന് വന്ദിച്ചു. സാധാരണ വന്ദനം ചെയ്യണ പോലെ ഒന്നും വന്ദിക്കാതെ, ഉപചാരങ്ങളൊന്നും ഇല്ലാതെ ഫോർമലായിട്ടൊന്നും വന്ദനം ചെയ്യാതെ വേഗം വന്ദിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് ചെന്ന് കാൽക്കൽ നമസ്കരിച്ചിട്ട്, അപ്പോൾ രാജാവ് വളരെ സ്നേഹത്തോടു കൂടി എഴുന്നേറ്റ് രാമനെ ആലിംഗനം ചെയ്യാൻ വേണ്ടി രണ്ട് കൈയും പരത്തി അടുത്തേക്ക് ഇങ്ങനെ വരണ സമയത്ത് എന്താണ് ഇനി രാമൻ പൂലോ എന്നുള്ള ആ ദുഃഖം മനസ്സിലങ്ങോട്ട് നിറഞ്ഞിട്ട് രാമാന്ന് ഉച്ചത്തിൽ വിളിച്ചിട്ട് അവിടെ അങ്ങോട്ട് വീണു. രാമൻ്റെ അടുത്ത് എത്തണതിൻ്റെ മുമ്പേ, ആലിംഗനം ചെയ്യാൻ പറ്റണതിൻ്റെ മുമ്പേ എന്താണ് അപ്പം കിട്ടും വല്ലാതെ രാമാന്ന് സഹിക്കാൻ വയ്യാത്ത ദുഃഖത്തോടു കൂടിയിട്ട് അങ്ങോട്ട് കരഞ്ഞ് അവിടെ വീണു. അത് പറഞ്ഞുകൊണ്ട് അപ്പളേക്കും കഷ്ടം, അയ്യോ അച്ഛൻ വീണൂലോ കഷ്ടം എന്ന് പറഞ്ഞ് ശ്രീരാമൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് മടിയിലിരുത്തി. അതായത് രാമനെ മടിയിലിരുത്താൻ ഭാവിച്ച ദശരഥനെ ഇപ്പോൾ രാമൻ മടിയിലിരുത്തേണ്ടതായിട്ടാണ് വന്നത്, അല്ലേ? രാമനെ മടിയിലിരുത്ത് ആലിംഗനം ചെയ്ത് മടിയിലിരുത്തുകയാണല്ലോ അതേ പതിവ്. ഇപ്പം ഇന്നെന്താ ഉണ്ടായത്? ആലിംഗനം ചെയ്യാൻ അവിടേക്ക് എത്തിയെന്നല്ലേ, അതിനിടയ്ക്ക് വീണു. ആ കൈ നീട്ടിയും കൊണ്ട് അങ്ങോട്ട് വീണു. അപ്പം അയ്യോ കഷ്ടം എന്താത് എന്ന് പറഞ്ഞ് വേഗം ശ്രീരാമൻ ദശരഥനെ താങ്ങി പിടിച്ച് അവനവൻ്റെ മടിയിൽ ഇരുത്തി എന്നാണ് പറഞ്ഞത്. പാവം ഒന്നും പറയാനൊന്നും വയ്യാണ്ടേന്നു, അത്ര ദുഃഖമുണ്ട്. രാമസാരഥിനാ സാർത്ഥം ലക്ഷ്മണേന സമന്വിത മധ്യകക്ഷേ വസിഷ്ഠാദീൻ പശ്യന്നേവ ത്വരാന്വിതഃ പിതുസമീപം സംഗമ്യ നനാമചരണൗ പിതു രാമമാലിംഗിതും രാജാ സമുത്ഥായ ന സംഭ്രമ. നമുക്കിങ്ങനെ കണ്ണിൽ കാണാം ആ ഒരു രംഗമൊക്കെ അല്ലേ. അതായത് ശ്രീരാമൻ വരണതും എന്താ ഇപ്പോൾ പെട്ടെന്നുള്ള ശ്രീരാമൻ്റെ ഉള്ളിലും പരിഭ്രമമുണ്ട്. അപ്പോൾ ശ്രീരാമനെ കണ്ടപ്പോൾ ദശരഥൻ ആലിംഗനം ചെയ്യാൻ പോണതും അതിനിടയ്ക്ക് ഇവിടെ എത്താതെ വീണതും ശ്രീരാമനെടുത്ത് മടിയിൽ വയ്ക്കണം നമുക്ക് കാണാൻ പറ്റും കണ്ണിൽ. ബാഹുപ്രസാര്യ രാമേതി ദുഃഖാൻ മധ്യേ പപാതഃ ഹാഹേതി രാമസ്യം കഷ്ടം എന്ന് രാമൻ പറഞ്ഞിട്ടേ രാമസ്തം ശീഘ്രമാലിംഗ്യാങ്കെ അവനവൻ്റെ അംഗത്തിൽ മടിയിൽ ന്യവേശയ്യത്ത് ഇരുത്തി. ഇനിയോ രാജാനം മൂർച്ഛിതം ദൃഷ്ട്വാ ചുക്രുഷു സർവയോഷിതഃ കിമർത്ഥം രോദനമിതി വസിഷ്ഠോപി സമാവിശത്. രാജാനം മൂർച്ഛിതം ദൃഷ്ട്വാ രാജാവ് ബോധം കെട്ടവനായി കണ്ടിട്ട് എന്താണ് യോഷിത
യോഷിത ചുക്രുശു. എന്താണ്? സർവ്വ സ്ത്രീകളും കരഞ്ഞു. രാജാവ് ബോധക്കെട്ട് കണ്ടപ്പോൾ സ്ത്രീകൾക്കൊക്കെ വേഗം സങ്കടമാവുമല്ലോ. അവരൊക്കെ നിലവിട്ടു, വാവിട്ട് നിലവിളിച്ചു. ചുക്രുശു രോദനം കിമർത്ഥം വിധി, കരച്ചിലിന് കാരണം എന്താണെന്ന് വിചാരിച്ചിട്ട് വസിഷ്ഠ അഭിസമാവിശത്ത്, വസിഷ്ഠരും അടുത്തേക്ക് വന്നു. അപ്പോൾ രാമൻ്റെ ഈ ദുഃഖവും പരിഭ്രമവും എല്ലാം കൂടി കലർന്ന രാമൻ്റെ ശബ്ദം കേട്ടിട്ട് അവിടേക്ക് ഓടി വന്നു. രാമൻ അങ്ങനെ ഒരു കഷ്ടം അങ്ങനെയൊന്നും ഒരിക്കലും പറയില്ലല്ലോ. അപ്പോൾ കഷ്ടം എന്നൊക്കെ രാമൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവിടെ അടുത്തുള്ള സ്ത്രീകളൊക്കെ അടുത്തു കൂടിയപ്പോൾ രാജാവ് ബോധം കെട്ട് കിടക്കണു. ആർക്കും മനസ്സിലായിട്ടില്ലോ എന്തുകൊണ്ടാണെന്നൊന്നും. ബോധം കെട്ട് കിടക്കാൻ രാജാവിനെ കണ്ടപ്പോൾ എല്ലാ സ്ത്രീകളും ഉറക്കെ കരഞ്ഞു. കരച്ചിലിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ലല്ലോ എന്ന് വിചാരിച്ച് വസിഷ്ഠനും അപ്പളേക്കും അടുത്തേക്ക് വന്നു. രാജാനം മൂർച്ഛിതം ദൃഷ്ട്വാ ചുക്രുശു സർവയോഷിത. യോഷിത പറഞ്ഞ സ്ത്രീകളാണ്. കിമർത്ഥം രോദനമിതി വസിഷ്ഠോപി സമാവിശദ്. രാമ പപ്രച്ഛ കിമിദം രാജ്ഞോ ദുഃഖസ്യ കാരണം. ഏവം പൃച്ഛതി രാമേ സാ കൈകേയി രാമമബ്രവീത്. അപ്പോൾ രാജ്ഞ ദുഃഖകാരണം കിം ഇതി, രാജാവിൻ്റെ ദുഃഖത്തിന് എന്താ കാരണം എന്ന് ആര് ചോദിച്ചു? രാമ പപ്രച്ഛ, രാമൻ ചോദിച്ചു. അപ്പോൾ ആരാ ഉത്തരം പറഞ്ഞത്? രാമേ ഏവം പൃച്ഛതി, രാമൻ ഇപ്രകാരം ചോദിച്ചപ്പോൾ ആരാ ഉത്തരം പറഞ്ഞറിയോ? സാ കൈകേയി രാമം അബ്രവീത്, ആ കൈകേയി രാമനോട് പറഞ്ഞു. രാമൻ ചോദിച്ചു, അച്ഛനിങ്ങനെ ദുഃഖം ഉണ്ടാവാൻ എന്താ കാരണം ചോദിച്ചു. അപ്പോൾ ഈ രാമൻ ചോദിച്ചപ്പോൾ ദശരഥന് പറയാനൊരു ചാൻസ് കൊടുക്കാതെ, ദശരഥൻ പറയുന്നുണ്ടോ നോക്കാൻ കൂടി സമയമില്ല. അതായത് ദശരഥനെ പറയാൻ സമയം കൊടുക്കാതെ വേഗം കൈകേയിയാണ് അതിന് ഉത്തരം പറഞ്ഞത്. അച്ഛൻ്റെ ദുഃഖത്തിന് എന്താ കാരണം ചോദിച്ചപ്പോൾ കൈകേയിയാണ് അതിന് ഉത്തരം പറയണത് കേട്ടോ. രാമ പപ്രച്ഛ കിമിദം രാജ്ഞോ ദുഃഖസ്യ കാരണം. ഏവം പൃച്ഛതി രാമേ സാ കൈകേയി രാമമബ്രവീത്. പിന്നെയോ ത്വമേവ കാരണം ഹ്യത്ര രാജ്ഞോ ദുഃഖോപശാന്തയേ കിഞ്ചിത് കാര്യം ത്വയാ രാമ കർത്തവ്യം നൃപതേർഹിതം. എന്താ കൈകേയി പറഞ്ഞതെന്നറിയാം? എത്ര ദുഷ്ടതയാണ്. അതോ രാജ്ഞ ദുഃഖോപശാന്തയെ, രാജാവിൻ്റെ ഈ ദുഃഖശാന്തിക്കായിക്കൊണ്ട് ത്വമേവ കാരണം, നീ കാരണമാണ് ദുഃഖം. രാമ, ഹേ രാമ, നൃപതേ ഹിതം കിഞ്ചിത് കാര്യം, രാജാവിൻ്റെ ഇഷ്ടം എന്താച്ചാൽ അത് ആണ് നിൻ്റെ കർത്തവ്യം. അത് ത്വയാ കർത്തവ്യം, അത് നിന്നാൽ ചെയ്യപ്പെടണം. രാജാവിന് ഇഷ്ടമായിട്ടുള്ള കാര്യം നീ ചെയ്യണം, അത് നിൻ്റെ കർത്തവ്യമാണെന്ന് പറയുകയാണ്. നിൻ്റെ അച്ഛനല്ലേ, അച്ഛന് എന്താണ് ഇഷ്ടം വെച്ചാൽ അത് മകൻ ചെയ്യണമല്ലോ, അത് നിൻ്റെ കർത്തവ്യമാണെന്ന്. അങ്ങനെയാണ് ആദ്യം പറഞ്ഞത്. എന്താ പറയുക, ദുഃഖത്തിന് കാരണം എന്താണെന്നല്ലേ ചോദിച്ചത്. അപ്പോൾ മുഖത്തടിച്ച പോലെ കൈകേയി എന്താ പറഞ്ഞത്? അച്ഛൻ്റെ ദുഃഖത്തിന് നീയാണ് കാരണം രാമ. ഞാനൊരു കാര്യം പറയാം, അച്ഛൻ്റെ ഹിതം എന്താ വെച്ചാൽ അത് നീ ചെയ്യണം. അപ്പം അച്ഛൻ പറയും എന്താ ഹിതം എന്ന്, അല്ലെങ്കിൽ ഞാൻ പറയാം അച്ഛൻ്റെ ഹിതം. അച്ഛൻ്റെ ഹിതം എന്താ വെച്ചാൽ നീ അത് ചെയ്യണം, അതനുസരിക്കണം, അത് നിൻ്റെ കർത്തവ്യമാണ്. ആദ്യം തന്നെ പറഞ്ഞു അത്. ത്വമേവ കാരണം ഹ്യത്ര രാജ്ഞോ ദുഃഖോപശാന്തയെ. നിന്റെ ദുഃഖത്തിന് ശാന്തി രാജാവിൻ്റെ അച്ഛൻ്റെ ദുഃഖത്തിന് ശാന്തി വേണമെങ്കിൽ നീ നിൻ്റെ കർത്തവ്യം ചെയ്യണം. കിഞ്ചിത് കാര്യം ത്വയാ രാമ കർത്തവ്യം നൃപതേർഹിതം. ഞാൻ 56-57 കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. കുരു സത്യപ്രതിജ്ഞസ്ത്വം രാജാനം സത്യവാദിനം രാജ്ഞ വരദ്വയം ദത്തം മമ സന്തുഷ്ടചേതസാ ത്വദധീനം തു തത്സർവം വക്തും ത്വാം ലജ്ജതേ നൃപഃ സത്യപാശേന സംബന്ധം പിതരം ത്രാതുമർഹസി. എന്താണ് പറഞ്ഞത് നോക്കൂ. സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയോടുകൂടിയ നീ, അതായത് സത്യം മാത്രം പാലിക്കുന്ന നീ, രാജാനം സത്യവാദിനം കുരു, രാജാവിൻ്റെ സത്യത്തെ, രാജാവിനെ നീ സത്യവാനാണല്ലോ, രാജാവിനെയും സത്യവാദിയാക്കിയാലും, സത്യവാദിനം രാജാവിനെയും, നീ സത്യവാനാണ്, രാജാവിനെയും സത്യവാനാക്കിയാലും, സന്തുഷ്ടചേതസ രാജ്ഞ
സന്തോഷിച്ച മനസ്സോടുകൂടിയ രാജാവിനാൽ വരദ്വയം മമ ദത്തം 2 വരം എനിക്ക് പണ്ട് ദാനം ചെയ്യപ്പെട്ടു. അതായത് പണ്ട് ഒരു കാര്യം ഉണ്ടായപ്പോൾ എന്നിൽ വളരെ പ്രീതനായി നിൻ്റെ അച്ഛൻ. അപ്പം എനിക്ക് അന്ന് 2 വരം തന്നായിരുന്നു. തൽ സർവം തു തദധീനം. അത് രണ്ടും ഞാൻ ആ വരം ഇതുവരെ വരിച്ചേർന്നില്ല. അത് ഞാനിങ്ങനെ വെറുതെ എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. അതാണ് തൽ സർവം തു സ്വാധീനം. അതെൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ത്വാം വക്തൃം നൃപ ലജ്ജതേ. അത് നിന്നോട് പറയാനുള്ള രാജാവിന് അത് നിന്നോട് പറയാനുള്ള ലജ്ജ കൊണ്ടാണ്. സത്യപാശേന സംബന്ധം പിതരം. സത്യപാശത്താൽ വേണ്ട പോലെ ബന്ധനം ചെയ്യപ്പെട്ടിരിക്കുന്ന പിതാവിനെ ത്രാതും അർഹസി. അതായത് അച്ഛന് ആ സത്യം പാലിക്കണം എന്നുണ്ട്, പക്ഷെ അത് നിന്നോട് പറയാൻ വയ്യ. അതുകൊണ്ട് നീയെ അച്ഛൻ്റെ വാക്ക് സത്യമാക്കാൻ നീയെ സഹായിക്കണം എന്ന്. എന്താ പറഞ്ഞാൽ, നീ വലിയ സത്യവാനാണെന്ന് എനിക്കറിയാം. നീ രാജാവിനെയും കൂടി സത്യവാനാക്കണം. ഈ സത്യവാനായ നീയെ പിതാവിൻ്റെ വാക്ക് സത്യമായി വരത്തക്ക വിധം നീയെ അച്ഛനെ അനുസരിക്കണം. നിൻ്റെ അച്ഛൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി നീ അച്ഛൻ്റെ ഹിതം അനുസരിക്കണം. പിതാവിൻ്റെ, അതായത് അച്ഛൻ്റെ വാക്കിനെ സത്യമാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മുഴുവൻ നീ ചെയ്യാൻ ഒരുക്കാവണം. നീ ആദ്യമായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് പറയണം. എന്നിട്ട് അത് നീ ആ പ്രതിജ്ഞ പാലിക്കുകയും വേണം. എന്നാലേ നിൻ്റെ അച്ഛൻ്റെ ദുഃഖം ശമിക്കുള്ളൂ. ആ കാര്യം എന്താ വെച്ചാൽ കേൾക്കൂ. ഒരു കാലത്ത് രാജാവ് എനിക്ക് വളരെ എന്നിൽ പ്രീതനായിട്ട് എനിക്ക് 2 വരം തന്നിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഇപ്പം ഞാൻ ചോദിച്ചു. ഞാൻ അത് എൻ്റെ കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു. അത് ഞാൻ ഇപ്പം ചോദിച്ചു. ആ 2 വരവും സഫലമാകണം വെച്ചാൽ, എനിക്ക് ആ 2 വരവും ലഭിക്കണം വെച്ചാൽ നീ അതിന് റെഡിയാവണം. രാമ, നീ അതിന് നീ അതിന് സമ്മതിക്കണം. ആ കാര്യം നിന്നോട് പറയാൻ രാജാവിന് ലജ്ജയാണ്. അതായത് എനിക്ക് തന്ന വരം സഫലമാവണമെങ്കിൽ നീ ഒരു 2 കാര്യം ചെയ്യണം. ആ കാര്യം നിന്നോട് പറയാൻ, എനിക്ക് തന്ന വരം എങ്ങനെ സഫലമാക്കും വെച്ചാൽ നീ സമ്മതിക്കണേ. അത് നിന്നോട് പറയാനുള്ള ലജ്ജ കൊണ്ടാണ്. സത്യമാകുന്ന കയറാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പിതാവിനെ രക്ഷിക്കേണ്ടത് നിൻ്റെ ധർമ്മമാണ് എന്ന് പറഞ്ഞു. സത്യമാകുന്ന പാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന രാജാവ് എന്താ വെച്ചാൽ ആ സത്യം പ്രതിജ്ഞ ചെയ്യാൻ, ആ സത്യം പ്രതിജ്ഞ പരിപാലിക്കാൻ വളരെ വിഷമമുണ്ട് ദശരഥന്. പരിപാലിക്കാണ്ട വയ്യേനും എന്ത് വരം വേണമെങ്കിൽ മേടിച്ചോളൂ പറഞ്ഞതല്ലേ. ഇപ്പോൾ വരം ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ വളരെ വിഷമമുള്ള 2 വരാണ് ചോദിച്ചത്. കൊടുക്കാണ്ടിരുന്നാലോ ആ പ്രതിജ്ഞ ചെയ്തത് പാലിക്കാനും പറ്റാണ്ടാവും. അപ്പോൾ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ് ദശരഥനി. അതുകൊണ്ടാണ് ഇത്ര ദുഃഖം. അപ്പോൾ അതാണ് പറഞ്ഞ. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. എന്താ വെച്ചാൽ സമയമായി. അപ്പം ഞാൻ ഈ 56, 57 വായിച്ച് നിർത്താം. കുരു സത്യപ്രതിജ്ഞ, കുരു സത്യപ്രതിജ്ഞസ്ത്വം രാജാനം സത്യവാദിനം രാജ്ഞാവരദ്വയം ദത്തം മമ സന്തുഷ്ടചേതസാ ത്വദധീനം തുതൽസർവം വക്തും ത്വാം ലജ്ജതേ നൃപഃ സത്യപാശേന സംബന്ധം പിതരം ത്രാതുമർഹസി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.